പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ആ ഒരു പാഠഭാഗത്തിൻ്റെ ഒരു സമ്മറിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിവിഷൻ എന്ന രീതിയിൽ ആ പാഠഭാഗം നിങ്ങൾ വായിച്ചിട്ടുണ്ട്, എന്നാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു PDF രൂപത്തിലുള്ള ഒരു നോട്ട് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. എന്ത് തന്നെയായാലും ഈ റിസോഴ്സുകളെല്ലാം നമ്മുടെ ചാനലിൽ ഒരുപാട് റിസോഴ്സുകൾ നമ്മൾ തരുന്നുണ്ട് അല്ലേ. ഡയറി തരുന്നുണ്ട്, ലെറ്റർ, ഇപ്പോൾ ഈ ഒരു സമ്മറി നോട്ട് എന്ന രീതിയിലുള്ള ഈ ഒരു ഫോർമാറ്റിലുള്ള ഈ ഒരു PDF. അപ്പം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എപ്പോഴും എന്ത് ചെയ്യുക, നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഡിസ്ക്രിപ്ഷൻ നോക്കുക, അവിടെ നമ്മൾ ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണ് നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ദ സ്നേക്ക് ആൻഡ് മിറർ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്തിൻ്റെ സമ്മറിയിലേക്ക് കിടക്കാം. നമുക്കറിയാം, കഥാകൃത്തിൻ്റെ പേരാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ എ റിനൗണ്ട് മലയാളം റൈറ്റർ നോൺ ഫോർ ഹിസ് ഹ്യൂമർ ആൻഡ് റിയലിസം. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കൃതികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്കത്തിലും വളരെയധികം തമാശാപൂർവമാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരുപാട് തമാശകൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഉദാഹരണം ഈ ഒരു സ്നേക്ക് ആൻഡ് മിറർ തന്നെയാണ് അല്ലേ. ഈ ഒരു ചെറുകഥയിലും ഒരുപാട് തരത്തിലുള്ള തമാശ രൂപേണയുള്ള ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. Theme: The story blends humor, fear, and self-reflection, showing how unexpected events can lead to moments of introspection. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. ഒരു നിമിഷം നമ്മൾ പോലും അറിയാതെ ഈ അടുത്ത നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഒന്നും തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലേ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അടുത്ത് എന്ത് എന്ന് പോലും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരിക്കാം ഇനി തൊട്ടടുത്ത നിമിഷങ്ങളിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷെ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ എന്താണ് അടുത്തത്, സന്തോഷമാണോ, സങ്കടമാണോ, ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും ആശങ്കയാണോ, എന്താണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സോ സമ്മറി നമുക്ക് നോക്കാം. ദ നെറേറ്റേഴ്സ് ബാക്ക്ഗ്രൗണ്ട്. ആദ്യം തന്നെ നമുക്ക് ആരാണ് നമ്മുടെ ഈ ഒരു കഥയിലെ നെറേറ്റർ എന്ന് പരിചയപ്പെടാം. The story is narrated by a poor unmarried doctor who lives alone in a small rented room. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു കഥയിലെ നെറേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ആരാണ് കഥ പറഞ്ഞു തരുന്നത്, അയാളെയാണ്. ആരാണ് ആ ഒരു കഥയിൽ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത്, അദ്ദേഹത്തെയാണ് നമ്മൾ നെറേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ആരാണ് നമ്മളോട് ഈ ഒരു കഥ പറഞ്ഞു തരുന്ന രീതിയിൽ പോകുന്നത്? ഹോമിയോപ്പതാണ് അല്ലേ. അപ്പം ഹോമിയോപ്പത് എങ്ങനെയുള്ള ആളാണ്? വളരെ പാവപ്പെട്ട അവിവാഹിതനായിട്ടുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹം താമസിക്കുന്ന ഒരു ചെറിയ വാടക വീട്ടിലാണ്. ഹിസ് ഹൗസ് ഈസ് സിമ്പിൾ ആൻഡ് സ്പാർസ്ലി ഫർണിഷ്ഡ് വിത്ത് എ ബെഡ്, എ ടേബിൾ, എ മിറർ ആൻഡ് എ ലാമ്പ്. അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത് പണിയൊന്നും തീരാത്ത ഒരു വീടാണ്. റൂം അല്ലെങ്കിൽ വീട് നമുക്കങ്ങനെ പറയാം. ഒരു കട്ടിലുണ്ട്, ഒരു ടേബിളുണ്ട്, ഒരു കണ്ണാടിയുണ്ട്, ഒരു ലാമ്പ് ഉണ്ട്. A hot, humid evening. One evening, after dinner, the doctor sits in his room thinking about his life. അങ്ങനെ ഒരു സന്ധ്യാസമയത്ത് അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാകുമ്പം അദ്ദേഹത്തിൻ്റെ റൂമിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റിയിട്ട് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കുകയായിരുന്നു. He observes his reflection in the mirror and admires his good looks. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റൂമിലുള്ള ടേബിളിൻ്റെ മുകളിൽ കണ്ണാടിയുണ്ട്. അപ്പോൾ ആ കണ്ണാടിയിൽ അദ്ദേഹത്തെ തന്നെ സ്വയം നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭംഗി അദ്ദേഹം ആസ്വദിക്കുകയായിരുന്നു. അഡ്മയേഴ്സ് എന്ന് വെച്ചാൽ ഹീസ് എ ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ബ്യൂട്ടി എന്നൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതായത് അഡ്മയേഴ്സ് എന്ന് വെച്ചാൽ ആരാധിക്കുകയാണ്. അദ്ദേഹം തന്നെ ഇങ്ങനെ ഞാൻ കിട്ടിലമാണ്, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ സ്വയം ഇങ്ങനെ പുകഴ്ത്തുകയാണ്. ഡ്രീമിങ് അബൌട്ട് ഹിസ് ഫ്യൂച്ചർ, ഹി imagines marrying a rich fat woman who wouldn't run after him if he made a mistake. അദ്ദേഹം എന്തിനെ പറ്റിയിട്ടാണ് അവിടെ ഇരുന്ന് സ്വപ്നം കാണുന്നത്? അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എങ്ങനെയായിരിക്കണം, ആ പെൺകുട്ടി നല്ല റിച്ച് ആയിരിക്കണം, അദ്ദേഹത്തെ പുറകെ ഓടി വന്ന് പിടിക്കാനൊന്നും പാടില്ല, എന്തൊക്കെ തെറ്റുകളൊക്കെ ചെയ്താലെന്നൊക്കെ ഇങ്ങനെ ആ ഒരു ഭാര്യയെ പറ്റിയിട്ടുള്ള സങ്കല്പങ്ങൾ അദ്ദേഹം ഇങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് സങ്കല്പിക്കുകയാണ്. മൂന്നാമത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് ദ അൺഎക്സ്പെക്റ്റഡ് വിസിറ്റർ. പെട്ടെന്ന് സഡൻലി എ സ്നേക്ക് ഫാൾസ് ഫ്രം ദ റൂഫ് ആൻഡ് ലാൻഡ്സ് ഓൺ ഹിസ് ഷോൾഡർ. പെട്ടെന്ന് മുകളിൽ നിന്നായിട്ട് ആ ഒരു വീടിൻ്റെ മേൽക്കൂരയിൽ നിന്നായിട്ട് ഒരു പാമ്പ് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിലേക്ക് വീഴുകയാണ്. ദ സ്നേക്ക് കോയിൽസ് ഇറ്റ് സെൽഫ് അറൗണ്ട് ഹിസ് ആം
ഫ്രൈറ്റനിങ് ഹിം ടു ദ കോർ. അപ്പം എന്താണ് അത്, ആ ഒരു പാമ്പ് ഇദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ ചുറ്റി വളഞ്ഞു നിൽക്കുകയാണ്. ഇദ്ദേഹം പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ഫ്രോസൺ വിത്ത് ഫിയർ ദ ഡോക്ടർ സിറ്റ്സ് സ്റ്റിൽ, അൺഏബിൾ ടു മൂവ് ഓർ കോൾ ഫോർ ഹെൽപ്പ്. അദ്ദേഹം എന്താണ് അങ്ങനെ ഇരുന്നെടുത്ത് തന്നെ അദ്ദേഹം ആയി പോവുകയാണ്. ആ ഒരു പാമ്പുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആരെ വിളിക്കാനും പറ്റുന്നില്ല, ഒച്ചയെടുക്കാൻ പറ്റുന്നില്ല, ഒന്ന് കരയാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. A moment of self-reflection. As the snake rests on him, the doctor realizes how vulnerable life is. അങ്ങനെ ആ പാമ്പ് അദ്ദേഹത്തിൻ്റെ മരണം തൊട്ടു മുമ്പിൽ കാണുമ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് തോന്നുന്നത്, ജീവിതം എന്താണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത്. He thinks about God and the value of life, experiencing a mix of fear and humility. അദ്ദേഹം ദൈവത്തെപ്പറ്റി ചിന്തിക്കുന്നു, ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്നു, ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ചിന്തിക്കുന്നു, ജീവൻ്റെ വാല്യൂ എന്താണെന്ന് അദ്ദേഹം അറിയുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭയവും ആശങ്കയും എല്ലാം ഉണ്ട്. The snake moves away. After a while, the snake gets distracted by its reflection in the mirror and slithers toward it. അങ്ങനെ ആ പാമ്പ് ആ കണ്ണാടിയിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ടുകൊണ്ട് ആ കണ്ണാടീൻ്റെ അടുത്തേക്ക് അങ്ങനെ നീങ്ങി. Taking this opportunity, the doctor slowly escapes from the room and runs to safety. അങ്ങനെ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് നമ്മുടെ ഡോക്ടർ ആ ഒരു ചെയറിൽ നിന്ന് എണീറ്റുകൊണ്ട് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. The aftermath. The next morning, അങ്ങനെ പിറ്റേ ദിവസം രാവിലെ, the doctor returns to his house with friends, only to find that thieves have stolen all his belongings except his dirty vest. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈ നമ്മുടെ ഹോമിയോ ഡോക്ടർ ഹോമിയോപ്പത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഈ ഒരു മുറിയിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നപ്പോഴാണ് അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ സാധനങ്ങളും ഏതോ ഒരു കള്ളൻ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കള്ളൻ ഒന്ന് മാത്രം അവിടെ അവശേഷിപ്പിച്ചു. എന്താണത്? അദ്ദേഹത്തിൻ്റെ മുഷിഞ്ഞ ഒരു ബനിയൻ, ഡേർട്ടി വെസ്റ്റ് എന്ന് വെച്ചാൽ ബനിയൻ. Despite the losses, the doctor feels thankful to have survived the snake encounter. എല്ലാം നഷ്ടപ്പെട്ടു എങ്കിൽ പോലും അദ്ദേഹം ആ ഒരു പാമ്പിൽ നിന്നും രക്ഷപ്പെട്ടതുകൊണ്ട് അത്യധികം സന്തോഷവാനാണ്. അപ്പം ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി എന്ന രീതിയിൽ നമ്മൾ 6 ഈവൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പാഠഭാഗത്തെ ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളിലൂടെയും ഇപ്പം കടന്നു പോയിട്ടുണ്ട്. ഒട്ടുമിക്ക കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒട്ടുമിക്ക കാര്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഇത് ഈ ഒരു പാഠഭാഗത്തിൻ്റെ സമ്മറി ആയിട്ട് എടുക്കുക. പിന്നെ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ക്ലാസ്സുകൾ കാണാത്ത കുട്ടികളാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടേക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് അതിലുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. സോ ആ ഒരു വീഡിയോ കൂടി ഒന്ന് നിങ്ങൾ കാണുക. കീ തീംസ്: ഹ്യൂമർ ആൻഡ് അയോണി. The story uses humor to highlight the doctor's vanity and the unexpected twist when the snake interrupts his self-admiration. അതായത് ഈ ഒരു പാഠഭാഗം, ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു കഥയിൽ ഒരുപാടധികം തമാശ രൂപേണയുള്ള കാര്യങ്ങൾ, എന്നാൽ വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് ജീവിത മൂല്യങ്ങൾ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഫിയർ ആൻഡ് സർവൈവൽ. The narrative captures the universal fear of death and the instinct to survive when faced with danger. അതായത് നെറേറ്റർ അത്യധികം ഭയത്തിലൂടെയാണ് ആ ഒരു പാമ്പ് ചുറ്റുവളഞ്ഞ നിമിഷത്തിലൂടെ കടന്നുപോയത്. അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് എന്താണ് ജീവിതം എന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് അദ്ദേഹം നമുക്ക് പറയാൻ പറ്റില്ലേ, ഒരിക്കലും ഓർക്കാൻ പറ്റാത്ത ഒരു നിമിഷങ്ങളായിരുന്നു നമ്മുടെ ഹോമിയോപ്പത് ആ ഒരു സമയത്ത് മുന്നോട്ട് പോയത്. ലൈഫ്സ് ഫ്രജിലിറ്റി. നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ഓർത്തിരിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം പറയുന്നത്. The doctor reflects on how fragile and unpredictable life is, which makes him more humble. അപ്പം ജീവിതം അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ നമ്മൾ പലരും അഹങ്കാരമായിട്ട് നമ്മളിങ്ങനെ നാം എന്തോ ആണ് എന്നുള്ളൊരു ചിന്ത നമ്മൾ പലരിലും ഉണ്ട്. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം, ഒറ്റ നിമിഷം കൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. സോ എല്ലാവരെയും മനുഷ്യരായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ജീവിതം എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ്. നാം എന്ന് പറഞ്ഞ് നമ്മളും സാധാരണ മനുഷ്യരാണ്. എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരെയും ഒരുപോലെ കാണുക, എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക. മെറ്റീരിയലിസം വേഴ്സസ് ലൈഫ്സ് വാല്യൂ. While the doctor loses his possessions, the experience teaches him that life is more precious than material wealth. അതായത് അദ്ദേഹത്തിന് ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ഒരു ഹോമിയോ ഡോക്ടറാണ്, ഞാൻ അവിവാഹിതനാണ്, ഞാൻ സുന്ദരനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് കേമൻ എന്നുള്ളൊരു ധാരണ ഹോമിയോപ്പതിനുണ്ടായിരുന്നു. എന്നാൽ അപകടം വന്നപ്പോൾ ആ ഒരു പാമ്പ് ചുറ്റി വളഞ്ഞപ്പോൾ പാമ്പിന് ഇത് ഒരു ഹോമിയോ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം വലിയ ആളാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാമ്പിന് അറിയില്ല.
അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം എന്ത് പറ്റിയാലും അവിടെ ഈ ഒരു നമ്മുടെ പൊസിഷൻസിനോ അല്ലെങ്കിൽ നാം ആരാണ്, നമ്മൾ വലിയ ആൾക്കാരാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നല്ല നമ്മളവിടെ നോക്കേണ്ടത്. മെറ്റീരിയൽ വെൽത്തിൽ വലിയ പ്രാധാന്യമില്ല. അതായത് എൻ്റെ കയ്യിൽ ഇപ്പം നല്ലൊരു വാച്ച് ഉണ്ട്, എനിക്ക് ഐഫോൺ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് സാംസങ് ഉണ്ട്, എനിക്ക് കാറുണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നാം എല്ലാവരും അവസാനം അറ്റ് ലാസ്റ്റ് നമ്മൾ എന്താണ്? മനുഷ്യരാണ്, അല്ലേ? നമുക്ക് എന്ത് പറ്റിയാലും അതാണ് നമ്മൾ ഓർക്കുക, നമ്മളെല്ലാവരും നമ്മൾ ഒന്നിലും നമ്മൾ അധികമായിട്ട് ആം, അഹങ്കാരികളാവാതിരിക്കുക എന്നാണ് ഈ ഒരു സംഭവം നമ്മളോട് പറയുന്നത്. ജീവിതത്തെ മനസ്സിലാക്കുക, നമ്മൾ ജീവിക്കാൻ വേണ്ടി പഠിക്കുക, അല്ലാതെ നമ്മൾ ആഡംബരത്തിൻ്റെ പുറകെ നമ്മൾ പോകാതിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ അതാണ് മോറൽ ഓഫ് ദ സ്റ്റോറി. ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് മൊമെന്റ്സ് ഓഫ് ക്രൈസിസ് ക്യാൻ ലീഡ് ടു സെൽഫ് ഡിസ്കവറി. അല്ലെ, ഒരു ഒരു വീഴ്ച വരുമ്പോഴാണ് നാം ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ജീവിതം എന്ന് വെച്ചാൽ അൺപ്രഡിക്റ്റബിൾ ആണ്, നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. വാനിറ്റി ആൻഡ് മെറ്റീരിയൽ പൊസിഷൻസ് ആർ ഇൻസിഗ്നിഫിക്കൻറ്റ് വെൻ കമ്പയർഡ് ടു ദ വാല്യൂ ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ ഒരു മൂല്യം എന്തെന്നറിയണമെങ്കിൽ നിങ്ങൾ ജീവിതം പഠിക്കണം, അല്ലെങ്കിൽ മെറ്റീരിയൽ വെൽത്തിൻ്റെ പുറകെ പോകാതിരിക്കുക, ആഡംബരത്തിൻ്റെ പുറകെ പോകാതിരിക്കുക, പകരം ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതാണ് ഈ ഒരു ചെറുകഥയുടെ മോറൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പാഠം മനസ്സിലായിട്ടില്ലെങ്കിലും ചില മൂല്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഡയറി, ലെറ്റർ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് എപ്പോഴും ചെക്ക് ചെയ്യാം നമ്മളെ വീഡിയോസിൽ കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.